ഇന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും എല്ലാം ചെയ്യണം. എവിടാ രാവിലെ 10 മണിക്ക് എണീച്ചിട്ട് 11 മണി വരെ മൊബൈലിൽ തോണ്ടി കുത്തിയിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ആദ്യം ഇൻസ്റ്റാഗ്രാം മൊത്തത്തിൽ എടുത്ത് ബാൻ ചെയ്യണം ഈ ലോകത്തുനിന്ന് തന്നെ. എന്നാ മനുഷ്യന്മാരെല്ലാം നന്നാവും. ഉറക്ക തൂക്കിക്കൊണ്ട് എണീച്ച് വരുന്ന കണ്ട പേർക്ക് എന്റെ മോന് ഇന്നലെ നല്ലോണം 2 റിസർവ് ബാങ്ക് എല്ലാം കൊള്ളയടിച്ചിട്ട് വന്നതാണ്. അത്രയും പണിയായിരുന്നല്ലേ, രാവിലെ കക്കാൻ പോയതാണല്ലോ. എല്ലാരും ചെയ്യുന്ന പരിപാടിയാണ് ഈ പല്ല് ഉടക്കൽ. ശരിക്കും ആരാണ് ഈ പല്ല് തേക്കുന്നത് കണ്ടുപിടിച്ചത്? പണ്ട് ആരോ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മള്. ഈ കാട്ടിലില്ലായിരുന്നല്ലോ ആദ്യം മനുഷ്യനൊക്കെ ജീവിച്ചിരുന്നത്. അന്നേരം ഈ പലതോടൊപ്പം ഇല്ലായിരുന്നല്ലോ. എന്റെ പൂക്കി ബാൻഡ് എടുക്കാൻ മറന്നുപോയി. എന്റെ പൂക്കി ബാൻഡ് ഇല്ലാണ്ട് എനിക്ക് പല്ലിയേക്കാൻ പറ്റൂല. ഇതാണ് പൂക്കി ബാൻഡ്. ഇതാണ്ട ക്യാരറ്റ് പോലത്തെ എന്തോ സാധനം. ഞാൻ നിങ്ങൾക്ക് ഫേസ് ഗ്ലോ ആനുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ടിപ്പ് പറഞ്ഞുതരാം. ഒരു ഫേസ് വാഷ് വാങ്ങിക്കുക, രാവിലെയും രാത്രി യൂസ് ചെയ്യുക. പിന്നെ ജിമ്മിൽ പോവാ, 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ജീവിതത്തിൽ നിന്ന് തന്നെ മൊത്തമായിട്ട് ഈ പഞ്ചസാര എടുത്ത് ഒഴിവാക്കുക. അത് പറ്റത്തില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾ 3 ചെയ്തോക്കേ, സോറി 4 ചെയ്തോക്കേ. 3 ആണോ 4 ആണോ ഓർമ്മയില്ല. നിങ്ങളെ ഫേസ് ഇതുപോലെ തിളങ്ങും, ഇതുപോലെ ഗ്ലോ ആവും, സോഫ്റ്റ് ആൻഡ് ക്ലീൻ ആയി നിങ്ങൾ യങ്ങറാവും, എന്നിട്ട് തേങ്ങയാവും. ഇന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പം പിന്നെ നാളെ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാം. ഇപ്പൊ നമുക്ക് വേഗം പള്ളിയിൽ പോവാം. ഈ ഒരു തക്കാളിക്കറിയും പത്തിരി ഒടുക്കത്തെ കോമ്പിനേഷൻ ആണ്. രാവിലെ തിന്നുന്ന ഫുഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിന്നാൻ ഇഷ്ടമുള്ള ഒരു ഫുഡ് ഇതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ തക്കാളി ചട്ടനിൽ മുക്കിയിട്ട് ഇങ്ങനെ വായിക്കകത്ത് എന്നാടാ ടേസ്റ്റ്, എന്നാ രുചിയാ, ഒന്നും പറയാനില്ല. അതിന്റെ ഒരു പുളിപ്പില്ല. അത് രാവിലെ തന്നെ തിന്നുമ്പോ ഒരു സുഖമാണ്. ജിമ്മിന് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെയും രാത്രിയാണ് ഞാൻ പ്രോട്ടീൻ കുടിക്കാറുള്ളത്. ചിക്കന്, മുട്ട, ബീഫ് എന്നിവ എല്ലാ ദിവസവും കിട്ടാത്തത് കൊണ്ട് തന്നെ ആകെ ഇത് മാത്രമാണ് ലാസ്റ്റ് ഓപ്ഷൻ. പിന്നെ നമ്മള് കുലിക്ക് അടിച്ചങ്ങ് കുടിക്കും. അതിനിടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഞാൻ റിട്ടേൺ ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. എന്റെ ഒരു പാന്റ് വാങ്ങിച്ചിട്ട് അത് എനിക്ക് സൈസ് ഒക്കുന്നില്ല. അതിന്റെ ആള് എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നു. എന്നിട്ട് അയാളെ പാക്കറ്റെല്ലാം പൊളിച്ച് ഞാൻ വല്ല കള്ളക്കളിയും കളിച്ചിരുന്നുള്ള രീതിക്ക് അതൊക്കെ നോക്കിയിട്ട് ഞാൻ 30 ബ്രാൻഡ് ഓർഡർ ചെയ്തത്. ഈ ബ്രാൻഡിന്റെ 30 ഭയങ്കര ചെറുതാണ്, അതുകൊണ്ട് 32 ഓർഡർ ചെയ്തു. ഇനി നമുക്ക് കുലുക്കി അടിക്കാം. ഞാൻ ജിമ്മിന് പോകുന്നതുകൊണ്ട് മാത്രമാണ് പ്രോട്ടീൻ അടിച്ച് കുടിക്കുന്നത്. എത്ര ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എച്ചിക്കളി ഇല്ല, അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഓരോ പ്രോട്ടീന്റെ തുള്ളി അമൂല്യമാണ്. ഒരു സ്കൂപ്പ് 24 ഗ്രാം പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. 1 ഗ്രാം പ്രോട്ടീൻ അപ്പാടങ്ങ ഈ മുടിക്കൂൽ അങ്ങ് പോയാലോ. നല്ല മാംഗോന്റെ ഫ്ലേവർ ആണ് ഗൈസ്. രാവിലെ തന്നെ മാംഗോ ഫ്രൂട്ട് കുടിക്കുന്ന ഒരു ഫീലാണ്. ഞാൻ അതെല്ലാം കുടിച്ച് വന്നപ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങൾ എന്റെ ഫ്ലിപ്കാർട്ടിന്റെ പൊതിയെല്ലാം ഫുള്ള് പൊളിച്ചിട്ട് നോക്കി ഇതിൽ എന്തെന്നാ ഉള്ളത്. ഞാൻ പാന്റാന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിന്റെ അകത്ത് എന്തെന്നാ ഉള്ളതെന്ന് അറിഞ്ഞെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് സമാധാനമാകുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അന്നേരം അടുത്ത പൊതിയും കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് എന്റെതല്ല, ദിക്കാക്കന്റെ ആണ്. ഇത് ഇവിടെയുള്ള മറ്റേ മൂട്ടയില്ലേ, അവനിക്ക് വേണ്ടിട്ട് വാങ്ങിച്ചു കൊടുത്ത കാറാണ്, പോലീസ് കാർ. ഇത് ലൈറ്റ് കത്തും. ബാക്കിലത്തെ സാധനം പറിച്ചപ്പോ തന്നെ ലൈറ്റ് കത്താൻ തോന്നി. ഇത് ആദ്യം ഞാൻ ഓടിക്കട്ടെ. ഞാനാണ് ഈ പൊരക്കത്തെ ഏറ്റവും വലിയ കുഞ്ഞൻ. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കുഞ്ഞൻ. ഞാൻ ഇതെടുത്ത് ഓടിച്ച് കളിച്ചിട്ട് മാത്രമേ ഞാൻ അവന് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് കുറച്ച് വെയിൽ കൊള്ളാന്ന് വെച്ച്. കാരണം ഫുള്ള് റൂമിൽ തന്നെയാണ്, വൈറ്റമിൻ ഡി ഒന്നും ഇല്ല. വെയിൽ കൊണ്ട് വൈറ്റമിൻ ഡി ഒക്കെ വരുന്നതാണ് പറയുന്നത് കേട്ടത്. ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്റെ പൂച്ചനെ ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. കാരണം ഓനെ ഇന്ന് രാവിലെ എണീച്ചേരെ കണ്ടിട്ടില്ല, എവിടെയോ പോയിന്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ടിസ്റ്റ്. മോളിൽ എന്റെ ഉമ്മ പറയുന്നത്, പൊട്ടാ 10 മണിക്ക് മുമ്പുള്ള വെയില കൊള്ളണ്ട, അല്ലാണ്ട് നാട്ടുച്ചക്കത്തെ വെയിലല്ല കൊള്ളണ്ട. നാട്ടുച്ചക്കത്തെ വെയിൽ കൊണ്ടിട്ട് ഫുള്ള് കറുത്തു പോകും. അപ്പൊ തന്നെ എണീച്ചു പോയി. പിന്നെ വയറെന്തല്ലോ ഗുളുഗുളു ആവുന്നുണ്ടായിരുന്നു. ഞാൻ മറ്റേ പൂച്ചനെ വിളിച്ചിട്ട് ഇത് വേറെ ഏതല്ലോ പൂച്ചൊക്കെയാണ് വന്നിട്ടുള്ളത്, ഇതാരാന്ന് എനിക്ക് അറിയില്ല, ഏതോ ഒരു പെമ്പൂച്ചയാണ്. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. ഇടമുള്ള ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സോ അതിന്റെ കുണ്ടി മണപ്പിച്ചിട്ട് വേറെ ഏതോ ഒന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ പൂച്ചകളെല്ലാം ഇങ്ങനെ മോനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ മതി അപ്പാടോടും. ഞാൻ 2 പ്രാവശ്യം തടയി കൊടുത്തിട്ട് മെല്ലെ മെല്ലെ കയറി വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള എന്തോ പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. അവിടുന്ന് മാറി ഇവിടെ കിടന്നിന്, ഇവിടുന്ന് കുറച്ചുകൂടി കയറി അങ്ങോട്ട് കിടക്കും. പിന്നെ എനിക്ക് തപ്പടിടാൻ വേണ്ടിട്ട് ഒറ്റ ഓട്ടോ ഒന്നും നോക്കിയില്ല. ബൈ ദ വൈ ഗൈസ്, ഞാൻ ഒരു ദിവസം 4 പ്രാവശ്യം തപ്പടിടും. നിങ്ങൾ എത്ര പ്രാവശ്യം ഇടും? അപ്പത്തേക്ക് സമയം ഏകദേശം 1 മണി ആവാനായിട്ടുണ്ട് ഗൈസ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകണം. പള്ളിയിലെ മുക്കിരി ബിംബറിൽ പ്രസംഗിക്കാൻ കയറുമ്പോഴാണ് ഞാൻ കുളിക്കാൻ പോക്ക്. ഞാൻ മാത്രല്ല, നിങ്ങളെല്ലാരും ഇങ്ങനെ തന്നെയാന്ന് എനിക്ക് അറിയാം. അത് വേറെ കാര്യം. വേണ്ട. ഞാനൊരു വൈറ്റ് ടീഷർട്ട്, ഒരു ബ്ലാക്ക് പാന്റും എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന ഔട്ട്ഫിറ്റ്. അധികം ഫ്രീക്ക് ലുക്കിലൊന്നും പള്ളിയിലൊന്നും പോകാൻ പറ്റത്തില്ല. ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയത്തില്ല, ഞാൻ സുന്ദരനല്ലേ, നിങ്ങൾ എന്ത് പറയുന്നു? എന്നെ അധികം ഇവിടെ കിടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ജുമാ എങ്ങ് കൊള്ളാവും. പിന്നെ ഞാനൊരു സ്പ്രേ എടുത്ത് അടിക്കുന്നുണ്ട്. ഏത് സ്പ്രേ ആണെന്ന് എന്റെ അടുത്ത് ചോദിക്കരുത്. സ്പ്രേ അടിക്കണ്ട എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ഇങ്ങനെ കുലിക്കണം. എല്ലാം നമ്മൾ ആദ്യം ഇങ്ങനെ കുലുക്കിയിട്ട് ഈ നേരെ അടിക്കാൻ പാടില്ല. മുകളോട്ടേക്ക് അടിച്ചിട്ട് ഇങ്ങനെ വട്ടം കറങ്ങണം. ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ആവും. ഇതേപോലെ സ്പ്രേ മൊത്തത്തിൽ മൂക്കിൽ ഇങ്ങനെ തന്നെ അടിക്കണം, മൂക്കിൽ. എന്നിട്ട് ശ്വാസം കുറച്ച് സ്പോഞ്ചാണ്. താക്കോലും മറ്റേ എന്റെ മാസ്കും എടുത്തിട്ട് റൂമിലേക്ക് നോക്കുമ്പോൾ ഇത് കണ്ട ഫുള്ള് കൊളായി കിടക്കുന്നത്. റൂം എത്ര വൃത്തിയാക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്ന വിചാരിച്ചത് നടക്കത്തില്ല. 1 ദിവസം 2 ദിവസം കഴിയുമ്പോൾ പിന്നെ റൂം ഇതുപോലെ പണ്ടാരടങ്ങും. എന്തായാലും വന്നിട്ട് ഒതുക്കാന്ന് വിചാരിച്ചു. വണ്ടിയൊക്കെ ഞാൻ മുമ്പിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കേര ഒറ്റ പോക്കുവോ. ഇനി ഞാൻ അവിടെ ഇരുന്ന് വ്ലോഗ് ഇടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പള്ളി എന്തായാലും കൊള്ളാവും ചെയ്യും. അങ്ങനെ നമ്മളെ സ്വന്തം പാറാപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സൈഡിലാണ് ഞാൻ വണ്ടി വെക്കാറുള്ളത്. ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണ് ഗൈസ്. പള്ളിയിലേക്ക് നോക്കുമ്പോൾ ഫുൾ ആൾക്കാർ. എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല, ഞാൻ സ്റ്റെപ്പിന്റെ മുകളാണ് എനിക്ക് ഇരിക്കുന്നത്. അതെങ്ങനെ നേരത്തെ കാലത്തൊക്കെ പള്ളിയിൽ വരണം, അല്ലാണ്ട്
ബാങ്ക് കൊടുക്കുമ്പോ കുളിക്കാൻ പോകുന്ന എനിക്കൊന്നും പറഞ്ഞതല്ലേ ഈ പരിപാടി. മയ്യായിക്ക് നേരത്തെ പള്ളിയിലും വരൂല്ല, എനിക്ക് സ്ഥലം കിട്ടിയ ഭാഗ്യം. പക്ഷെ എന്തൊക്കെ പറയുന്നത്, നമ്മൾ ലാസ്റ്റ് നിസ്കാരം തുടങ്ങാനാകുന്നപ്പോഴത്തേക്ക് എങ്ങനെ നോഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് കയറും. അപ്പൊ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ജുമ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. എല്ലാരും എണീച്ച് പോവാണ്. ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല, ഞാൻ സുന്ദരനല്ലേ ഗൈസ്? നിങ്ങൾ പറ, ഞാൻ സുന്ദരനല്ലേ? അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും വണ്ടി എടുക്കാൻ വേണ്ടി പള്ളിയുടെ ബാക്ക് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. എല്ലാരും മുന്നിൽ കൂടെ പോകുമ്പോൾ ഞാൻ ബാക്കിൽ കൂടെ പോകും. ഇതാണ് ഗൈസ് എന്റെ മൂത്ത കാക്ക. ചെന്നൈയിലായിരുന്നു, ഇന്നാണ് എത്തിയത്. ഒരു പുരക്കുന്ന് പള്ളിയിലേക്ക് വരെ 2 ആൾക്കാർക്ക് 2 വണ്ടി. ഒരു വണ്ടിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എനക്ക് അതിന്റെ ഇടക്ക് തൂറാൻ മുട്ടോട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ പൊക്കോ. അങ്ങനെ വരുന്നവർക്ക് ഞാനൊരു ശവനപ്പ് വാങ്ങിച്ചു. ഇന്നലെ ഇക്കാക്ക ചെന്നൈയിൽ നിന്ന് വന്നുകൊണ്ട് ഉമ്മ ഇന്ന് നല്ല കുഴിമന്തി മന്തി ഉണ്ടാക്കിച്ചു, നല്ല ചിക്കനൊക്കെ ഇട്ടിട്ട്. അപ്പൊ അതിന്റെ ഒപ്പം കൂട്ടി തിന്നാൻ വേണ്ടി ഇത് കണ്ട പൂക്കി ഷോക്സ് കണ്ട, പൂക്കി ഷോക്സ്. ഇതാണ് എന്റെ പൂക്കി ഷോക്സ്. എല്ലാരും എന്നെ പൂക്കി എന്ന് വിളിക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് ഞാൻ ശരിക്കും പൂക്കി. ഈ ശവനപ്പം കൂട്ടിട്ട് ഈ മന്തി ഒരു പിടുത്തങ്ങ് പിടിക്കണം. ഇതാണ് മോനെ മന്തി. ചിമ്പ് കാലിയാണല്ലോ ഇതിന്റെ അകത്തല്ലേ? ഇതിന്റെ അകത്താണ് മന്തി ഉള്ളത്. മോനെ ചിക്കനൊക്കെ നോക്കിക്ക് അവിടെ കേടുന്ന പെടക്കുന്ന കാണുന്നുണ്ട്. നിങ്ങൾ അതിന്റെ അകത്ത് കുത്തിറിട്ട് നിങ്ങൾ കാണുന്നില്ല, കാണണ്ട. ഞാൻ എന്തായാലും പെടക്കുന്ന കാണുന്നുണ്ട്. ഞാൻ കണ്ടാ മതി. ഫുഡ് കിട്ടിട്ട് തിന്നാൻ നോക്കുമ്പോ ഈച്ചന്റെ വായി പുണ്ണെന്ന് പറഞ്ഞ പോലെ തിന്നാൻ വേണ്ടി കാത്തുനിന്നിട്ട് ഇത് ഈ പെണ്ണുങ്ങൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കുറെ സമയം ഇങ്ങനെ കാത്തിരുന്ന് തിന്നാൻ വേണ്ടിട്ട്. അമ്മ പറഞ്ഞ ആടൊക്കെ കുറച്ചുകൂടി കാത്തേക്ക് ഇക്കാക്ക വരണം, ഇക്കാക്കെല്ലാം വന്നിട്ട് ഒപ്പരം തിന്നാം. എനിക്ക് അതിന്റെ മണ അടിച്ചിട്ട് ഞാൻ നായിനോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഇറക്കി നടക്കുവാണ്. ഇനി ഓൻ വരുന്നവരെ കാത്തിക്കണം. എല്ലൊക്കെ ഉള്ള ഒരുപാട് പീസ് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലുള്ള പീസ് ഇഷ്ടമല്ല. എനിക്ക് എല്ലൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഈ കൊട്ടൊന്നും ഇല്ലാത്ത നല്ല പീസാണ് ഇഷ്ടം. വേറെ പീസൊന്നും തിന്നത്തില്ല. എനിക്ക് അങ്ങനത്തെ പീസൊന്നും ഇഷ്ടമല്ല. മന്തി എങ്ങനെ തിന്നുന്ന വെച്ചാൽ മച്ചണോണീസ് ഇങ്ങനെ ഉണ്ട്, എടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ ഹോം മെയ്ഡ് ആണ് കഴിച്ചു, ഒന്നും വാങ്ങിച്ചതൊന്നുമല്ല. അതിലെ ഹോം മെയ്ഡ് മന്തി മച്ചണോണീസും ആണ്. അതിനുശേഷം അതങ്ങോട്ട് മാറ്റി ഇതെന്തോ ഒരു തക്കാളിനെ എന്തോ ഒരു സാധനമാണ്, നല്ല പുളിപ്പുള്ള. അതും കൂടി അതിന്റെ ഉത്തരണം. എന്നിട്ട് ഈ സ്പ്രൈറ്റ് സവനപ്പണ്ട് അവിടെ കിടന്ന് നോയിരക്കുന്ന എനിക്ക് കുറച്ച് മച്ചണോണീസ് ഇങ്ങനെ എടുത്തിട്ട് ആ തക്കാളിയുടെ സാധനം കൂടി ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് ഒരു കഷ്ണം ചിക്കനും കൂടി അതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വായക്കകത്ത് മോനെ എഡിറ്റ് ചെയ്തോണ്ട് ഇരിക്കുമ്പോൾ പോലും കണ്ടിട്ട് എന്റെ വായിൽ വെള്ളം ഒലിക്കുന്നു. ഓ മൈ ഗോഡ്, എന്നാ ടേസ്റ്റാന്ന് അറിയോ ഇങ്ങനെ തിന്നാന്. അത് മൊത്തം തിന്നപ്പോഴത്തേക്കും ഞാൻ പായസം കാക്കാനോട് വയറൊക്കെ ഫുള്ള് നിറഞ്ഞ് ഫുള്ള് ഗ്യാസൊക്കെ കയറി കുടുങ്ങിട്ട് ശ്വാസം കിട്ടാണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തിരിച്ച് ഞാൻ റൂമിൽ വന്നോക്കുമ്പോ ഫുള്ള് കൊള്ളായി കിടക്കുകയാണ്. ഞാൻ അധികം ഒന്നും വൃത്തിയാക്കുന്നില്ല. അവിടെയുള്ള ഇവിടെയുള്ള സാധനമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച്. ഇതൊക്കെ തിരുമ്പിയതാണ്. ഇതൊക്കെ എടുത്ത് അലമാരയിൽ വെക്കാൻ കഴിയാത്തോണ്ട് എല്ലായിടത്തും ഞാൻ എന്റെ കമ്പ്യൂട്ടർ ചെയർമ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മോനെ ഒരു ഉറക്കം ഉണ്ട് വരാനും. മോനെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം ചെയ്യാൻ തോന്നത്തില്ല, മടി പിടിച്ച് അങ്ങനെ ഇരിക്കും. ഞാൻ എന്നാ പിന്നെ ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് ഫാൻ ഇട്ടേക്കും. ഫാന് കറങ്ങുന്നില്ല, ഫാന് പടക്കായി തോന്നുന്നു. കടന്ന് ലൈറ്റ് മാത്രം കത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റേ ഞാൻ നേരത്തെ വാങ്ങിച്ച കാറില്ല, കാറിന്റെ അകത്ത് ലൈറ്റ് കത്തുന്ന പോലെ ഫാനുള്ള ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് എത്ര നോക്കിയിട്ട് കറങ്ങുന്നില്ല. ഞാൻ സ്വിച്ച് ഇട്ട് ഓണാക്കി ഓഫാക്കി ഓണാക്കി എനിക്ക് എന്തോ കണ്ടകശനി ആയിട്ടുണ്ട്. എന്റെ ഓരോ സാധനങ്ങളായിട്ട് അടിച്ചു പോകാൻ തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. ഞാനിത് വടക്കായി എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഓഫാക്കി മതി വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഈ സാധനം കറങ്ങാൻ തുടങ്ങിയത്. എന്തോ പ്രേതബാധ ഉണ്ടോ എന്നൊരു സംശയം ഈ ഫാനിന്റെ അകത്ത്. പെട്ടെന്ന് ഇത്ര നേരം കറങ്ങാണ്ട് ഒരു കറങ്ങലങ്ങ് കറങ്ങി. വാട്ട് ഈസ് ദിസ്? എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? എന്തുകൊണ്ടാണെന്ന് എന്തെങ്കിലും ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടാ. എന്തായാലും ഉറങ്ങാൻ പോവാ. എന്നാ പിന്നെ ഞാൻ ഈ ഫേസ് മാസ്ക് ഇട്ടിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു. വാങ്ങിച്ചു വെച്ചിട്ട് കുറെ ദിവസമായി, ഒന്നുപോലെ ഉപയോഗിച്ചിട്ടില്ല. സംഭവം എനിക്ക് ഇത് മുഖത്തിടാൻ ഭയങ്കര മടിയാണ്. കാരണം എന്താന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മുഖത്തിടല് കുറച്ച് ടാസ്ക് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. ഇതാണ്ട് ഈ മുക്കട്ടാവാത്ത സാധനം ഇങ്ങനെ പറയ്ക്കൊക്കെ ചെയ്യണം. എന്നിട്ട് മുഖത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കണം. ഇത് മുഖത്ത് തട്ടിക്കുമ്പോൾ തന്നെ മനുഷ്യന് തണുക്കും. എന്നിട്ട് ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് അതൊക്കെ കറക്റ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പുറത്തെ പറിച്ചിട്ട് ഇനി എന്റെ തലമണ്ടക്ക് ഒട്ടിക്കണം. ആക്ച്വലി നല്ലതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആഴ്ചക്ക് ഒന്നൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നല്ലാണ് പറയുന്നത്. എന്റെ കുറച്ച് സഹായിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണിലിടുന്ന എന്തോ ഒരു സാധനം കൂടി ഉണ്ട്, അതും കൂടി എടുത്ത് പറ്റിക്കട്ടെ. എല്ലാവരുടെയും എടുത്ത് പറ്റിക്കട്ടെ സാധനം. കണ്ണിലെടുത്ത് ഇട്ടിട്ട് കണ്ണ് കാണുന്നില്ല. ഇനി ഞാനൊരു മൊരടം കളി കളിക്കുന്നുണ്ട്. ആ സാധനം എടുത്ത് കയ്യിൽ പിന്നിട്ട് പ്രസാദം പോലെ എടുത്ത് മുഖത്ത് വയ്ക്കാന്ന് വിചാരിച്ചു. നോക്കുമ്പോ എല്ലാം മറിഞ്ഞ് താഴ്ത്ത്. ബാക്കി എടുത്ത് കഴുത്തിന് തേച്ചിട്ടുണ്ട്. ആരും കാണൂലെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ തന്നെ എടുത്ത് വ്ളോഗിലിട്ട് എല്ലാരും കാണിച്ചു. വായു പോലും തുറക്കാൻ പറ്റത്തില്ല ഈ സാധനം ഇട്ട് കഴിഞ്ഞാല്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം കൂടി പ്ലാസ്റ്റിക് ഒട്ടിച്ച പോലത്തെ കോലത്തിലായി. വെള്ളപ്പാണ്ടേനോട്ടില്ല കൈ ചിരിക്കാൻ പോലും പറ്റാണ്ട് ഇരിക്കുന്നതാണ് ഇത്. ഇനി ഒരു കുണ്ട് കുഴിച്ച് മൂടിയാൽ മാത്രം മതി. ഇനി നമുക്ക് കിടന്ന് അങ്ങ് ഉറങ്ങാം. ഇതിട്ട് ഉറങ്ങുന്നത് കുറച്ച് ടാസ്ക് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനും തിരിയാനും പറ്റത്തില്ല. നേരെ കിടന്ന് ഉറങ്ങണം. അങ്ങനെ ഒരു 6-6:30 ആയപ്പോഴത്തേക്ക് ഞാൻ എണീച്ച ആ സാധനം മൊത്തമില്ലേ നനവ് ഉണങ്ങിയിട്ട് അതെന്റെ തൊലിയായിട്ട് അങ്ങനെ പറ്റിപ്പോയി. സൂപ്പറിലോട്ട് ഒട്ടിച്ച പോലെ എന്ന് തോന്നുന്നുണ്ട്. കണ്ണുമല്ല എന്തൊക്കെയല്ല പറിച്ചെടുത്ത്. അത് പറിച്ചെടുത്തല്ല കണ്ണ് കാണാൻ തുടങ്ങി. മുഖത്തെ പറിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ദാഹിച്ച് നല്ല മന്തി അടിച്ച് നല്ല ദാഹം. അതും കുടിച്ചിട്ട് ഞാൻ ഇത് പറിക്കാൻ വേണ്ടിട്ട് പോയതാണ്. ഞാൻ വിചാരിച്ചു ഇത് മുഖത്ത് മൊത്തമായിട്ട് ഒട്ടിപ്പോയി. പക്ഷെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇങ്ങ് പറിച്ചെടുത്ത്. പക്ഷെ അത് പറിച്ചെടുത്തപ്പോ വേറെ തന്നെ ഒരു ഗ്ലോ ഗൈസ്. നിങ്ങൾ ആ ഗ്ലോ കാണുന്നുണ്ടോ? അണ്ണാക്ക് തുറക്കാൻ പറ്റാത്ത ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഇതുണ്ട് ഗൈസ്, വേറെ തന്നെ ഒരു ഗ്ലോ തോന്നിക്കുന്നില്ലേ, മുഖമൊക്കെ കുറച്ചുകൂടി സോഫ്റ്റ് ആയ പോലെ ഉണ്ട്. ഇനി മുഖം ഒന്ന് കഴുകിയാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഞാൻ 6:30 എണീച്ചിട്ട് പോയിട്ട് മുഖമൊക്കെ നല്ലപോലെ കഴുകി വന്നു നോക്കുമ്പോൾ ഗൈസ് നല്ല ഒരു തിളക്കം. എന്റെ മുഖത്ത് കുറെ കുഞ്ഞു പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് താണു പോയ പോലത്തെ ഒരു ഫീൽ. ആ മാസ്ക് കൊള്ളാം, അതിന് ഭയങ്കര എക്സ്പെൻസ് ആണ് ഗൈസ്. 2 വാങ്ങിച്ചാൽ തന്നെ എന്റെ കിഡ്നി കൊണ്ടുപോയിട്ട് വെക്കേണ്ട 2-3 ഉറുപ്പ്യ ഉണ്ട് അതിന്. അങ്ങനെ മരുവ് അങ്ങോട്ട് ഞാൻ നിസ്കരിക്കാൻ പോവാണ്. കുറെ ആൾക്കാർ എന്റെ പല വീടുകളിൽ നീ നിസ്കരിക്കാറില്ല എന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി എനിക്ക് പ്രെയർ ആക്കുന്നതും ആർക്കും എന്തെങ്കിലും സഹായം ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ നിസ്കരിക്കുന്നൊക്കെ വീഡിയോ എടുത്തിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ നിസ്കരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഈ വക കാര്യങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വക കാര്യങ്ങൾ അങ്ങനെ വീഡിയോക്കകത്ത് ഏടെയാ. നമ്മൾ ജിമ്മിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കുടിക്കുന്ന ഒരു ഓട്സ് ആണ് ഇത്. കുറച്ച് പാൽ അതിന്റെ അകത്ത് മറ്റേ ഓട്സ് ഇട്ട് നല്ലോണം ഇളക്കി കുലുക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കോരി തിന്നും. ഞാൻ ജിമ്മിന് പോകുന്നപ്പോഴത്തെ ചെറിയൊരു മീൽ എന്നുള്ള രീതിക്ക് തിന്നുന്നതാണ്. ഞാൻ ഹെവി ആയിട്ടൊന്നും തിന്നത്തില്ല, കാരണം എനിക്ക് വർക്കൗട്ടിന് സമയത്ത് പിന്നെ ഗ്യാസ് ഒക്കെ കയറി വയറൊക്കെ കുടുങ്ങി ചിലപ്പോൾ തൂറാനൊക്കെ മുട്ടി ഭയങ്കരമായിട്ട് ഇടങ്ങാറാവും. ജിമ്മ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് തിന്നാൻ പാടില്ല. ഇതാണ് എന്റെ ജിമ്മിന്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഒരു ജാക്കറ്റ് എടുത്ത് ഇട്ടിട്ടുണ്ട്, ഒരു ട്രാക്ക് സൂട്ട് പാന്റും. കാണാൻ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചൂട്ടത്ത് ഇതൊക്കെ ഇട്ട് കളിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. കളിക്കാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ കളിക്കും. എന്തിനാ ജിമ്മിന് പോകുമ്പോൾ സ്പ്രേ അടിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അതും എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മളെ സ്വന്തം പാരാലെ ടിക്കെ ഫിറ്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡം അത് എവിടെ പോയാലും കിട്ടൂല മോനെ, അത് പറഞ്ഞാ തിരത്തി. ഇതാണ് നമ്മളെ ട്രെയിനർ. ഇന്ന് ജിമ്മിൽ ഫുൾ ആൾക്കാർ ഒടുക്കത്തെ തിരക്ക്. എനിക്കിന്ന് ബൈസും ട്രേസും ആണ് വർക്കൗട്ട്. എന്തായാലും തുടങ്ങിയല്ലേ ശരിയാവും. എന്റെ പാർട്ട്ണർ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞു, കാരണം അവൻ എന്തോ എയർപോർട്ടിൽ എവിടെയെങ്ങാനും പോയിട്ടുണ്ട്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് എത്തുന്നു പറഞ്ഞു. ഞാൻ കുറച്ച് ക്രിയാറ്റിനും പ്രീ വർക്കൗട്ടും കൂടി മിക്സ് ചെയ്ത് അടിക്കുവാണ്. കുറച്ച് എനർജി വേണമല്ലോ. ജിമ്മിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മെയിൻ ഹോബിയാണ് കുലുക്കി അടി. ഇങ്ങനെ കുലുക്കി അടിക്കും. എല്ലാവരുടെയും പോയിട്ട് ഒരേ കുലുക്കലായിരിക്കും, എന്നിട്ട് കുടിക്കലായിരിക്കും. അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. അന്നേരം നമ്മളെ ജിമ്മിന്റെ ഓണറായ റിയാസ് പുള്ളിക്കാരെ സീക്രട്ട് ആയിട്ട് എന്തോ ഒരു ഫുഡ് ഉണ്ട്. ആ ഫുഡ് തിന്ന മസിൽ വരുന്നതാണ് പറയുന്നത്. പുള്ളിക്കാരന്റെ സീക്രട്ട് ഫുഡ് ഞാൻ ഇവിടെ റിവീൽ ചെയ്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് എന്തോ ഉപ്പിലിട്ടതാ മുളകിലിട്ടതാ എന്തോ ഒരു സാധനം, ഇത് തിന്ന മസിൽ വരുന്നതാണ് പറയുന്നത്. ഞാനും അതിന്റെ ഇടക്കൂടെ കൈയിട്ട് വായിട്ട് ഒന്ന് തിന്ന് നോക്കാൻ പോവാണ്, അഥവാ മസിൽ വന്നാലും. വായിക്കാലത്ത് ഇട്ടിട്ട് ഞാൻ നുണച്ചോക്കുമ്പോ ഉരുളക്കിഴങ്ങ് ഉപ്പിലിട്ടതാണ്, അല്ല മുളകും ഇതൊക്കെ എന്തൊക്കെ ഇട്ട് മിക്സ് ആക്കിയതാണ്. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് മുളക് പൊടി നല്ലോണം ബാരി ഇട്ടിട്ട് എന്റെ ബായൊക്കെ പൊള്ളാൻ തുടങ്ങി, എന്റെ വയറൊക്കെ ഉരുളാൻ തുടങ്ങി. പുള്ളിക്കാരെ അടുത്ത കോമ്പറ്റീഷൻ ഇറങ്ങാനുള്ള പ്രിപ്പറേഷൻ ആണ് ഗൈസ്. ഞാൻ പിന്നെ വാമപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ എത്തുന്നതായിരിക്കും, ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുന്നതായിരിക്കും, നീ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം വാമപ്പ് എടുക്കാന്ന് വിചാരിച്ചു. ഇതാണ് എന്റെ ഉടായ്പ വാമപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാലൊക്കെ ഇട്ട് ചുമ്മാ ഇങ്ങനെ തിരിക്കും, എന്നിട്ട് പോയിട്ട് രണ്ട് പുള്ളപ്പൊക്കെ അടിക്കുന്നുണ്ട്. ഇന്ന് ബൈസൺ റേസ് ആയതുകൊണ്ട് തന്നെ ബൈസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു തരം പുള്ളപ്പാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം അവൻ പെട്ടെന്ന് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതെപ്പം പിന്നെ എത്തുന്നു. ഓൻ ഓൾറെഡി 10 മിനിറ്റ് നേരത്തെ പറഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും 10 മിനിറ്റ്. അപ്പൊ എന്നാ പിന്നെ ഓനിക്ക് ഓൾറെഡി 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പോയി. അതിനിടയ്ക്ക് ജിമ്മിലെ ട്രെയിനർ എന്റെ ജാക്കറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് നൈസായിട്ട് പൊക്കിയിരിക്കുകയാണ്. ഗൈസ് ഇനി കിട്ടുമെന്ന് അറിയാൻ പാടില്ല. എന്റെ ജാക്കറ്റ് അടിച്ച് മാറ്റി ഗൈസ്. പിന്നെ അവൻ വന്ന് നമ്മളെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. ഏകദേശം 2 സെറ്റ് കഴിഞ്ഞത്, 3ാമത്തെ സെറ്റ് 10ന്റെ 2 അപ്പുറം ഇപ്പുറം ഇട്ട് മുക്കി അടിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പോയി ബൈസ് 3 ട്രൈസ് 3 വർക്കൗട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടിച്ച് ഈ ഒരു വർക്കൗട്ട് എന്റെ മോനെ കണ്ണെന്നൊക്കെ പൊന്നീറ്റ പാറി, ബൈസൊക്കെ കടന്ന് പൊളയാൻ തുടങ്ങി. അങ്ങോട്ട് വീർത്ത് വന്ന് ഗൈസ്, അങ്ങോട്ട് വീർത്ത് മറ്റേ അല്ലു അർജുന്റെ പടത്തിലുള്ള അല്ലു അർജുന്റെ കൈയോലിയായി. 2 വർക്കൗട്ട് ചെയ്യുന്നപ്പോഴത്തേക്ക് എനിക്ക് ആ പമ്പങ്ങോട്ട് കയറി ടീഷർട്ടൊക്കെ കഴിച്ച് പിന്നെ പാർട്ടി ഷോ ഓഫ് ആയിരുന്നു. അവിടെ കിടന്നിട്ട് ഫുള്ള് പാർട്ടി ഷോ ഓഫ്. ഏതൊക്കെ ബോഡി പാർട്ട് വർക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പൈസ പമ്പായിക്കുന്ന ഒരു സീനാണ്. ഞാനിവിടെ ഏറൊക്കെ എടുത്തടിക്കും, ഇവിടെ 100-200 എടുത്തിട്ട് ഇവിടെ ഒരാൾ ഒരേ അടി മരണ അടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ മിസ്റ്റർ കണ്ണൂർ പുള്ളിക്കാരൻ തന്നെ കൊണ്ടുപോകുന്നാണ് പറയുന്നത്. തലശ്ശേരി അങ്ങനെ വെച്ചിട്ടാന്ന് തോന്നുന്നു ഇപ്രാവശ്യത്തെ പരിപാടി. അതും ഈ ഫെബ്രുവരി 15-ാം തീയതി ഞാൻ തോന്നുന്നു, ഈ മാസം 15-ാം തീയതി. ഞാൻ അവിടെ എന്തായാലും ഉണ്ടാവും. പുള്ളിക്കാരന്റെ വർക്കൗട്ട് നോക്കി എന്റെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം എന്നോട് മറന്നുപോയി. നമ്മളെ 3ാമത്തെ വർക്കൗട്ടാണ് ബൈസിന്റെ. ഇതും കൂടി കഴിഞ്ഞ് നമ്മളെ ബൈസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാം മുക്കി അടിക്കുന്നുണ്ട്. ഏകദേശം എന്റെ പമ്പ് സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇത് മതി, എനിക്ക് ഇത്ര ആവശ്യമുള്ളൂ. എന്റെ കൈ മൊത്തത്തിൽ അങ്ങോട്ട് പമ്പ. ഇനി ഇതിൽ പമ്പ ആവണ്ട, ഇനി ആയ ചിലപ്പോൾ പൊട്ടും, ടെൻഡനൊക്കെ വലിഞ്ഞു പോകും. നമ്മൾ നേരെ ട്രേസിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ഈ വർക്കൗട്ടിന്റെ പേരാണ് സ്കൾ ക്രഷ്. ഇതിന് സ്കൾ ക്രഷ് എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങാനും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ തലക്കോട്ടിക്ക് വന്നിട്ടാണ് അടിക്കാൻ. ഈ സാധനം തലയോട്ടിയിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ തല അങ്ങ് പൊട്ടും, അതുകൊണ്ടാണ് സ്കൾ ക്രഷ്. ഞാനിവിടെ 10
ഇട്ട് അടിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ കാറ്റാമ്പിട്ട് അടിക്കുന്ന പോലെ ഒരു സാധനം ഇട്ട് അടിക്കുന്ന കാണുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. കാണുന്നില്ല, ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. ബൈസ് അടിച്ചപ്പോൾ തന്നെ കൈ പമ്പായിരുന്നു. ട്രേസും കൂടി വന്നപ്പം ഭയങ്കര വോളിയം കയറിയ പോലെയായി കൈ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, കറക്റ്റ് 3 മാസം കൊണ്ട് എന്റെ ബോഡി ഞാൻ മാറ്റിയിരിക്കും. അന്ന് ഞാൻ ഫസ്റ്റ് വ്ലോഗ് ഇട്ട സമയത്ത് ഏകദേശം 3 മാസം കഴിഞ്ഞ് 4 മാസമായി. പക്ഷെ 1 മാസം ഞാൻ പിന്നെ ലീവ് എടുത്ത് ഗൈസ്. ഞാൻ 1 മാസം വർക്കൗട്ട് ചെയ്യാണ്ട് പിന്നെയും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതാണ്. ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എനിക്ക് കുറച്ചും കൂടി വോളിയം കയറി. എന്തായാലും എന്നെ ഒന്നും കുറച്ചും കൂടി സെറ്റ് ആക്കാനുണ്ട്. അങ്ങനെ ഏകദേശം നമ്മളെ വർക്കൗട്ട് മൊത്തം കഴിഞ്ഞിട്ട് പുള്ളിക്കാരന്റെ വർക്കൗട്ട് കണ്ടിരിക്കാന്ന് വിചാരിച്ചു. ഇത് എത്ര കിലാന്നൊന്നും എന്റെ അടുത്ത് ചോദിക്കരുത്. അനക്ക് ഇതൊന്നും കണക്ക് കൂട്ടാനുള്ള കണക്കൊന്നും അറിയാൻ പാടില്ല. ഉള്ള ഡിസ്ക് ഒക്കെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. 100 കിലോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ അടിക്കുന്ന കാണുന്നുണ്ടോ? കാറ്റ് കമ്പെടുത്തിട്ട് കാറ്റടിക്കുന്ന പോലെയാണ് ഈ സാധനം വെച്ച് അടിക്കുന്നത്. ഓ മൈ ഗോഡ്, ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പുറക്കെത്തി നോക്കുമ്പോ സമയം കുറേ. ഇനി പുറക്കാരൊന്നും വിളിച്ചടങ്ങാറാക്കാണ്ട് പതിയെ ഉള്ളിൽ കയറണല്ലോ. ഉമ്മ വല്ല അമ്മിക്കല്ലെടുത്ത് തലമണ്ട കൊക്കിട്ട് ഒറ്റ ഏറും വെച്ചത്. ഏറ്റവും ലാസ്റ്റ് വണ്ടി ഞാനായതുകൊണ്ട് തന്നെ വീട്ടിൽ കയറുമ്പോ എല്ലാം പൂട്ടി ലൈറ്റൊക്കെ ഓഫാക്കിയില്ലെങ്കിൽ രാവിലെ വല്ല ലൈറ്റെങ്ങാനും കത്തിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ വല്ല വാതിലെങ്ങാനും പൂട്ടിയെ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ പിടിച്ച് കൊല്ലും. തിന്നാ വല്ലതുണ്ടോ എന്നുള്ള രീതിക്ക് വന്ന് നോക്കിയ ഉച്ചക്കത്തെ മന്തി ബാക്കിണ്ടായിരുന്നു. നല്ല ചിക്കൻ. ഓ മൈ ഗോഡ്, അത് കണ്ടപ്പോ തന്നെ എന്റെ വയറ് നിറഞ്ഞ്. ഇനി അത് നല്ല ഒരു അടി അടിക്കണം. എന്തായാലും വർക്കൗട്ട് കഴിഞ്ഞ് വന്നിടന്ന് ഞാൻ പ്രോട്ടീൻ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം. കാരണം ഏറ്റവും സ്പീഡ് അബ്സോർബേഷൻ ഈ ലിക്വിഡ് ഫോം ഓഫ് പ്രോട്ടീൻ ആണെന്നാണ് പറയുന്നത്. ചിക്കനൊക്കെ തിന്ന് അതൊക്കെ ദഹിച്ച് പ്രോട്ടീൻ ആയിട്ട് എടുക്കുന്നപ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ എന്തായാലും. അപ്പൊ പെട്ടെന്ന് പ്രോട്ടീൻ കുടിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിച്ച്. ഞാൻ എന്തായാലും ഇത്ര നേരത്തെ ഒന്നും കിടന്ന് ഉറങ്ങാൻ പോകുന്നില്ല. എനിക്ക് എന്തായാലും ഇനി കുറച്ച് എഡിറ്റിംഗ് വർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ 1-2 മണിയാവുമായിരിക്കും മേ ബി. ഇത് കുറിച്ച് കുറച്ച് ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ പൂച്ച കരയുന്നുണ്ടത്. നോക്കും, ഇവനെ ഇന്ന് രാവിലെ കണ്ടിട്ടില്ല. ഇവൻ ഏതോ ഒരു പെണ്ണിനെ വളച്ചോണ്ട് വന്നിരിക്കുവാണ് ഗൈസ്. ഇവിടുന്ന് ഏതോ ഒരു പെണ്ണിനെ വളച്ചോണ്ട് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് അറിയില്ല, ഏതോ പെണ്ണിനെ വളച്ചോണ്ട് വന്നിരിക്കും ആ കള്ളപ്പാട്ടി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ കാണുമ്പോൾ മണക്കുമ്പോൾ എനിക്ക് തിന്നാണ്ടിരിക്കാൻ തോന്നുന്നില്ല. എന്തായാലും 2 മണിക്ക് നമുക്ക് രണ്ടാമത്തെ ഒരു ട്രിപ്പും കൂടി അടിക്കാം. ഇപ്പം കുറച്ച് തിന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ഉച്ചക്ക് തിന്നതിനെക്കാട്ടും ഭയങ്കര ടേസ്റ്റ് ഇപ്പൊ എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. വിശന്നിട്ട് തിന്നണം ഇതേപോലെ. വിശന്നിട്ട് തിന്നുമ്പോ നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ വിശക്കാണ്ട് തിന്നാൻ കാര്യമില്ല. ഇതുണ്ട വിശന്നിട്ട് തിന്നിട്ട് പ്ലേറ്റ് വരെ നക്കി വടിക്കുവാണ്. അവിടെ എന്നും കുറെ മന്തി ഉണ്ട്. പിന്നെ ഞാൻ അതിന് ഇങ്ങനെ നക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്നാലും കുറച്ച് അതിന്റെ ഒരു ട്രിപ്പും കൂടി അടിക്കും. ഇത്രയും ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് കൊണ്ട് എന്നെ വീട്ടിലെ ബാക്കി ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കാണ്. ലൈറ്റ് ഓഫ് ആക്കണം, ഫാൻ ഓഫ് ആക്കണം, വാതില പൂട്ടണം. ഇതൊക്കെ ചെയ്തിക്കില്ലേ നാളെ രാവിലെ എന്റെ മോനെ എനിക്ക് കിട്ടേണ്ട മൊത്തം കിട്ടും. അങ്ങനെ ഞാൻ റൂമിൽ എന്റെ പി സി ഒക്കെ ഓൺ ആക്കുന്നുണ്ട്. സമയം ഏകദേശം നോക്കിക്കേ 12 മണിയാ 11 മണിയാ. പി സി ഓൺ ആക്കുന്നുണ്ട്. എത്ര ലേറ്റ് ആണെങ്കിലും 2 എപ്പിസോഡെങ്കിലും കേഡ്രാമ കാണാണ്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല ഗൈസ്. ഞാൻ സത്യം പറയാം കേഡ്രാമ അഡിക്റ്റ്. ഇതാണ് ഇപ്പൊ പുതിയ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന വെബ് ക്യാം. എന്റെ മൊബൈൽ വെബ് ക്യാം ആക്കി. ഇതാണ് ഞാൻ റീസെന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കേഡ്രാമ. ഇതിന്റെ ഒരു 2 എപ്പിസോഡെങ്കിലും കാണാണ്ട് ഞാൻ കടന്നുറങ്ങത്തില്ല. കാരണം ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് എന്റെ അണ്ടിപ്പരിപ്പ്. ആക്ച്വലി ഇതിലുള്ള പിസ്ത മൊത്തം തിന്നിട്ട് തോട് പുറത്ത് കാണാനുള്ള മടി കൊണ്ടാണ് ഞാൻ അതിന്റെ അകത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിലിപ്പോ അണ്ടി ഇല്ലാത്ത പരിപ്പേതാ അണ്ടി പരിപ്പേതാന്ന് തിരിയാത്ത അവസ്ഥയാണ്. തപ്പി എടുക്കണം. പകുതി മുക്കാലും തോടാണ്. അടിയിൽ മാത്രമേ ഇതിന് കുറച്ചുള്ളൂ. ഈ മടിയന്മാര് മലയോമൊക്കെന്ന് പറയും. പിന്നെ ഒരു കണക്കിന് നല്ലതാണ്. പെട്ടെന്നൊന്നും തീരത്തില്ല. തപ്പി എടുക്കുന്നപ്പോഴത്തേക്ക് കുറെ സമയം പോകല്ലോ. അപ്പൊ പിന്നെ കുറെ ദിവസം എത്തുമല്ലോ. അങ്ങനെ ഇത് തിന്നോണ്ട് ഇത് കാണാൻ തുടങ്ങി. ഈ ഒരു സാധനം തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറ് തിന്ന പോലെ തിന്നോണ്ടിരിക്കും. തിന്നുന്ന എത്രയാന്ന് ഓർമ്മ ഉണ്ടാകത്തില്ല. അണ്ടിപ്പരിപ്പ് കടലമുട്ടായി തിന്നപോലെ തിന്നുകൊണ്ട് ഇത് തീരുന്നുള്ള ബോധം എനിക്ക് വന്നതുകൊണ്ടും ഇത് നാളത്തേക്ക് മാറ്റി വെക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ ആ ബാക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഞാൻ കേരളമെല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ 2:10 2:20 അങ്ങനെ ആയി. രാത്രി 2 മണിക്ക് കുഴിമന്തി തിന്നാൻ പോകുന്ന പൊട്ടനെ നിങ്ങൾ കാണുന്നുണ്ടോ കിണിച്ചോണ്ട്? ഇനി ഞാൻ അത് തിന്നു എന്നിട്ട് പോയിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ എണീച്ച് തൂറും. നോക്ക ബൈ.